ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കല്യാണിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. തിരുവാങ്കുളത്തെ അച്ഛൻ്റെ വീട്ടിൽ എത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇപ്പോഴും മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുവരെയും കല്യാണിയെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നാണ് റൂറൽ എസ്.പി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം അച്ഛൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാരം നടക്കും. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, നിരവധി പേരാണ് കല്യാണി അവസാനമായ ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശ്മശാനത്തിലാണ് സംസ്കാരമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്നും കൊണ്ടുപോവുക? ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി പേർ ഒരുപക്ഷെ കുഞ്ഞു കല്യാണിയെ അറിയാവുന്നവരും അറിയാത്തവരുമായ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നു. അവൾക്ക് ഈ നാട് അവൾക്ക് വിട ചൊല്ലുകയാണ്, കുഞ്ഞുമോൾക്ക് വിട ചൊല്ലുകയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ പരിസരത്ത് ഇതൊരു ഗ്രാമപ്രദേശമാണ് തിരുവാണിയൂർ എന്ന് പറയുന്ന ഒരു മേഖല. ഇവിടെ നിന്ന് ഏതാണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും ഇവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അതിൽ പ്രായഭേദമന്യേ നിരവധി പേർ ഇവിടേക്ക് നിറകണ്ണുകളുമായി ഇവിടേക്ക് എത്തുന്നു. അവര് ഇവിടെ ഈ ചെറിയ ആ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ അവരെ കടന്നുപോയി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു മടങ്ങുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു സമയത്തിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. അതിൽ ഒരു സംശയവുമില്ല. വാവിട്ട് നിലവിളിക്കുന്ന ബന്ധുക്കളും അതോടൊപ്പം തന്നെ അയൽവീട്ടുകാരും എല്ലാവരും ഇത് തന്നെ ഒരേ മുഖം തന്നെയാണ്. എല്ലാവരിലും കണ്ണീരണിഞ്ഞിരിക്കുന്നു എല്ലാവരും തന്നെയും. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നലെ രാത്രി വരെയും അർദ്ധരാത്രി വരെയും ആ ഒരു തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട കല്യാണി ആ പഴയ കളിച്ചിരികളുമായി ഇവിടേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ എല്ലാവരിലും ബാക്കി നിന്നിരുന്നു. കാരണം ഇങ്ങനെയൊരു പാതകത്തിലേക്ക് നീങ്ങുമെന്ന് ആരും തന്നെ സ്വപ്നയിൽ പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും കരുതിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെയും ഏത് സമയവും ഞങ്ങളുടെ കല്യാണി തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത അതിനുവേണ്ടി തന്നെയായിരുന്നു അവരുടെ മുഴുവൻ ശ്രമങ്ങളും ഉണ്ടായിരുന്ന, തിരച്ചിലുകളടക്കം ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം പുലർച്ചയോടുകൂടി വിഫലമായിരിക്കുന്നു എന്നതാണ്. നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ഇവിടെ ഈ പരിസരത്ത് തൊട്ടടുത്ത വീടുകൾ, ഇവിടെ മതിൽക്കെട്ടുകൾ, ഇവിടങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ നിറഞ്ഞിരിക്കുന്നു. അവരെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഇവിടേക്ക് നിൽക്കുന്നത്. എല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് നോക്കുന്നവർ ആ വിഷമം, ആ ഒരു ദൈന്യത എല്ലാവരും തന്നെ ഏറ്റുവാങ്ങുന്നു എന്നതാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേതനയേറ്റ ആ ദേഹത്തേക്ക് നോക്കി അവർ വിലപിക്കുന്നു. വൈകാരികമായ തീർത്തും ഒരു വാക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ലാത്ത ആ ഒരു സ്ഥലം. ആരെയും ആശ്വസിപ്പിക്കാൻ കൂടി കഴിയുന്നില്ല. ചിലരെല്ലാം ഇവിടെ വന്ന് കുട്ടിയോട് ഉറക്കത്തിലെന്ന പോലെ ആ വിശേഷങ്ങൾ ചോദിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടവർ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചവർ ഇന്ന് അവളോട് അതേ കുശലങ്ങളുടെ ബാക്കി അന്വേഷിക്കുകയാണ്. അത്രയ്ക്ക് വൈകാരികമായ നിമിഷങ്ങൾ കടന്നു പോകുന്നു എന്നതാണ്. അംഗനവാടിയിൽ, തിരുവാണിയൂർ അംഗനവാടിയിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു 3 വയസ്സുകാരി കല്യാണി. കാരണം അവിടുത്തെ ടീച്ചർ ഇന്ന് നമ്മൾ രാവിലെ കാണുമ്പോൾ പറഞ്ഞതുപോലെ എല്ലാത്തിലും പാട്ടും ആട്ടവും എല്ലാമായി നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു കല്യാണി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ടീച്ചറിന്റെ പക്കൽ നിന്നാണ്, ടീച്ചറാണ് അമ്മയുടെ കയ്യിലേക്ക് കൈ പിടിച്ചേൽപ്പിക്കുകയും അവർ ഇന്ന് പറഞ്ഞതുപോലെ അവർ നടന്നു പോകുന്നത് എൻ്റെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേ ഒരു വേദന, അതേ ഒരു വിങ്ങൽ എല്ലാവരിലും അവശേഷിക്കുന്നു എന്നതാണ്. എല്ലാവരും അത് തന്നെയാണ് ഇവിടെ വരുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഒരു സംഭവമായിട്ട് തന്നെ ഇത് മാറിയിരിക്കുന്നു എന്നത്
ഇത് ഇപ്പോൾ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം എന്ന നിർദ്ദേശം ബന്ധുക്കളും എല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുക, ഈ തിരക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കുക, ഈ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് കഴിയുക എന്നതെല്ലാം പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടുത്തെ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഭരണസമിതി എല്ലാം തന്നെ അങ്ങനെ ജനപ്രതിനിധികളടക്കമുള്ള ഒരു വലിയ കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. തൊട്ട് അടുത്ത ഈ കുടുംബ വീടിനോട് ചേർന്ന് തന്നെയാണ് കല്യാണിയുടെ പിതാവിന്റെ വീടും വെച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹവും ഉണ്ട്. അല്പസമയം മുമ്പ് കാണുമ്പോൾ ഇവിടേക്ക് മകളെ ഒന്ന് നോക്കുവാൻ പോലും ആദ്യഘട്ടത്തിലല്ലാതെ പിന്നീട് കഴിയാൻ പോലും ആ മനുഷ്യൻ അത്രയ്ക്ക് തളർന്ന് വീണിരിക്കുന്നു എന്നതാണ്. ഒന്നും ആശ്വസിപ്പിക്കാൻ ആരും പകരം ചെന്ന് പറയുവാൻ, ഒരു വാക്ക് പറയുവാനോ പോലും കഴിയാത്തൊരവസ്ഥയാണ്. എന്ത് പറയാൻ എന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ അത്രമേൽ ശോകമൂകരായിരിക്കുന്നു എന്നതാണ്. ഏതായാലും പൊതുദർശനം പുരോഗമിക്കുകയാണ്. കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടായേക്കും. അതിനുശേഷം തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഇവിടെ തിരക്ക് ക്രമീകരിക്കാൻ പോലീസ് അടക്കം ഇവിടെ സാന്നിധ്യമുണ്ട്. അവര് കുറെ അധികം തിരക്കുകൾ നിയന്ത്രിക്കുന്നു. ഇവിടേക്കുള്ള ഈ വഴിയിലേക്ക്, ഈ വീടിന്റെ വഴിയിലേക്ക് ഏതാണ്ട് മുഴുവനായും തന്നെ ആളുകൾ നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ പരിസരത്തേക്ക് അടുക്കാൻ കഴിയാത്ത വിധം ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിനെ അറിയാവുന്നവർ മാത്രമല്ല, അറിയാത്തവർ, ഇന്നിപ്പോൾ വാർത്തകളിലൂടെ അറിഞ്ഞവർ, അവളുടെ ഈ വിധിയെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുകയും സഹതപിക്കുകയും എല്ലാം ചെയ്തവരെല്ലാവരും തന്നെയും അവൾക്ക് വിട പറയുവാനായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പലരായി ചോദിക്കുന്നു, ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കടന്നു വരണം എന്നത് രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഏറെ വൈകാതെ തന്നെ ഇവിടെ നിന്ന് കുഞ്ഞു കല്യാണിയുടെ ഭൗതിക ശരീരം സംസ്കാരത്തിനായി കൊണ്ടുപോകും. തിരുവാണിയൂർ പൊതു ശ്മശാനത്തിലാണ് അതിനുള്ള ക്രമീകരണങ്ങളടക്കം ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോഴാണ് അവിടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കല്യാണിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്നലെ 3 മണിയോടെയാണ് അംഗൻവാടിയിൽ പോയ കുഞ്ഞിനെ തിരികെ വിളിക്കാൻ എന്നത്തെയും പോലെ അമ്മ പോയത്. അവിടെ നിന്നും കൂട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങി. ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ കൈകളിൽ കല്യാണിയെ നമ്മൾ കണ്ടു. CCTV ദൃശ്യങ്ങളിൽ അമ്മയോട് പറ്റിച്ചേർന്നിരിക്കുന്ന കല്യാണിയെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ആ ദുഃഖകരമായ വാർത്ത. പോലീസ് നിരന്തരം അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, തിരിച്ചും മറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒടുവിലാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് ആ അമ്മ സമ്മതിച്ചത്. കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്നു. എന്തായാലും 3 വയസ്സുകാരി കല്യാണി ആ നാടിൻ്റെ നോവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാട്ടുകാർ, നിരവധി ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ് കല്യാണിയെ അവസാനമായി ഒന്ന് കാണാൻ. താങ്ങാനാകുന്നില്ല ആ നാടിന് ആ ദുഃഖം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കല്യാണിക്ക് 12 വയസ്സുള്ള ഒരു സഹോദരൻ കൂടിയുണ്ട്. കല്യാണിയുടെ മൃതദേഹത്തിനരികെ ആ കുഞ്ഞിനെയും നമുക്ക് കാണാം. ഒന്നും അറിയാത്ത 3 വയസ്സുകാരി കല്യാണി. ഇന്നലെയാണ് കല്യാണി അമ്മ പുഴയിലേക്ക് എറിഞ്ഞത്. 8 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് കല്യാണിയുടെ മൃതദേഹം അച്ഛൻ്റെ വീട്ടിൽ. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. ഇനി കല്യാണിയില്ല എന്ന വാസ്തവം അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നാടിനും കല്യാണിയെ അറിയുന്നവർക്കും. ഇപ്പോൾ ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡാനി, മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. കല്യാണിയെ അറിയാത്ത നമുക്ക് പോലും കണ്ടു നിൽക്കാനാകാത്ത വിധം അങ്ങേയറ്റം വൈകാരികമാണ് ആ രംഗം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന കൈകൾ അതുതന്നെ നമ്മുടെ അന്ത്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതാണ് കല്യാണിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ അമ്മയോട് ചേർന്നിരിക്കുന്ന കല്യാണിയെ നമ്മൾ കണ്ടതാണ്. എവിടെയെങ്കിലും സുരക്ഷിതയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കല്യാണിയെ ജീവനറ്റാണ് പിന്നീട് കിട്ടിയത്. എത്രത്തോളം വൈകാരികമാണ് അവിടുത്തെ രംഗം. തീർച്ചയായും ശ്രുതി പറഞ്ഞത് കൂടി കടമെടുക്കുകയാണ്. കാരണം നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഇടങ്ങളിൽ അവിടെ നിന്ന് പോലും അത് അവർക്ക് ഈ അരക്ഷിതാവസ്ഥ മാത്രമാണ് അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളെ അത് വേദനിപ്പിക്കുന്നു എന്നതാണ്. ഇന്ന് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകള് എല്ലാവരും കണ്ണീർ വാർത്ത് കരയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം അവരെ അത്ര കണ്ട് ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം പലരും ഇന്ന് രാവിലെയും ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളും അമ്മമാരാണ്, ഞങ്ങൾക്കുമുണ്ട് കുട്ടികൾ, എങ്ങനെ സാധിക്കുന്നു എന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കത് എങ്ങനെ സാധിക്കുന്നു എന്നത് പൊതുവിൽ എല്ലാവരും ഒരുപക്ഷെ കേരളീയ മനസാക്ഷി പലവട്ടം ചോദിച്ചിട്ടുണ്ടാവും. സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ